പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി കടക്കുന്നു. പ്രധാനമന്ത്രി അയോധ്യയിൽ. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനുവരി 22-ന് ഒരു പുതുയുഗ പിറവിയാണ് അയോധ്യയിൽ ഉണ്ടാവുക. അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 22-ന് പ്രധാനമന്ത്രി തന്നെയാണ് ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുക. റോഡിന് ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാംപത്ത് തുടങ്ങുന്ന ലതാ മങ്കേഷ്കർ ചോക്ക് വരെ റോഡ് ഷോ നീണ്ടു. आज यहाँ 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है. इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. ജനുവരി 22-ന് എല്ലാവരും വീടുകളിൽ ഒരു ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മറുവശത്ത് ശ്രീരാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങുകളുടെ കരട് രൂപരേഖയായി. രാംലല്ലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കിയാണ് പ്രധാനമന്ത്രി ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുക. ആദ്യ ചടങ്ങ് രാമന്റെ മുഖത്തിന് നേർക്ക് കണ്ണാടി കാണിക്കൽ. ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി രാംലല്ലയ്ക്ക് കണ്ണെഴുതും. ഉച്ചയ്ക്ക് 12:29-ന് ആരംഭിച്ച് 84 സെക്കൻഡിനുള്ളിലാകും പ്രാണപ്രതിഷ്ഠ നടക്കുക. ആദ്യ ദീപാരാധന നടത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. പ്രധാനമന്ത്രിയും RSS അധ്യക്ഷനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആകെ 5 പേരുടെ സാന്നിധ്യം മാത്രമേ അപ്പോൾ ശ്രീകോവിലുണ്ടാകൂ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. അയോധ്യയിൽ ആര് പോയാലും സമസ്തയുടെ വികാരം വ്രണപ്പെടില്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കോൺഗ്രസ് അയോധ്യയിൽ പോകരുത് എന്ന സുപ്രഭാത ദിനപത്രത്തിന്റെ മുഖപ്രസംഗവും ജിഫ്രി തങ്ങൾ പാടെ തള്ളി. സമസ്തയുടെ ദിനപത്രമായ സുപ്രഭാതത്തിലാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലെ ക്ഷണം സംബന്ധിച്ച കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു പിന്നാലെ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖപ്രസംഗം തള്ളി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. മുഖപ്രസംഗം സമസ്ത നിലപാടല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയം സ്വീകരിക്കാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അയോധ്യയിൽ നിന്നപ്പോൾ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ ഇവിടെ ഇന്ത്യ രാജ്യമല്ലേ. അല്ല, കോൺഗ്രസ് ആരും എവിടെ പോയാലും സമുദായത്തിന്റെ വികാരത്തിന് ഒരു പ്രശ്നമില്ല. സമുദായത്തിന്റെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെതെന്നാണ് പൊതുവിലയിരുത്തൽ. അതിനാൽ സംസ്ഥയുടെ അതേ നിലപാടാണ് ലീഗും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെയാണ് സുപ്രഭാത മുഖപ്രസംഗം കോൺഗ്രസിനെ സംശയനിഴലിൽ നിർത്തിയത്. 24 കോഴിക്കോട്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മോറയിൽ അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായി. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരുക്കേറ്റു. അക്രമികൾ പ്രദേശത്തെ 2 വീടുകൾക്ക് തീയുമിട്ടു. വൈകിട്ട് 3:30ഓടെയാണ് മണിപ്പൂരിലെ മോറയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. പട്രോളിംഗ് നടത്തിയ പോലീസ് വാഹനവ്യൂഹത്തിനു നേരെ അക്രമികൾ വെടിയുതിർത്തു. അപ്രതീക്ഷിത വെടിവെപ്പിൽ ഒരു പോലീസുകാരന് പരുക്കേറ്റു. തുടർന്ന് സുരക്ഷാ സേന അക്രമികൾക്ക് നേരെ തിരിച്ചടിച്ചു. അക്രമികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ IED പ്രയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പ്രദേശത്തെ 2 വീടുകൾക്കും അക്രമികൾ തീവച്ചു. സംഘർഷത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരുക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അസം റൈഫിൾസിന്റെ ക്യാമ്പിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഏറ്റുമുട്ടലിനെ തുടർന്ന് മേഖലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആയുധധാരികളായ അക്രമികൾക്കായുള്ള തിരച്ചിലും സേന ശക്തമാക്കി. 24 ഡൽഹി. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്ത്. VM സുധീരനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തുവന്നു. സുധീരന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാനുള്ള വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് K സുധാകരൻ തുറന്നടിച്ചു. അയോധ്യ വിഷയം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായില്ലെന്ന് പറഞ്ഞ് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഒഴിഞ്ഞുമാറി. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ് KPCC എക്സിക്യൂട്ടീവ് യോഗം സാക്ഷിയായത്. 2 വർഷമായി നേതാക്കൾ തന്നോട് കൂടിയാലോചന നടത്തുന്നില്ല എന്ന് VM സുധീരൻ വിമർശിച്ചു. 2 ഗ്രൂപ്പിൽ നിന്ന് 5 ഗ്രൂപ്പായത് മാത്രമാണ് നേതൃത്വത്തിന്റെ നേട്ടമെന്നും സുധീരൻ വിമർശിച്ചു. ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് K സുധാകരൻ പരസ്യമായി മറുപടി പറഞ്ഞത്. മിനിറ്റുകൾക്കുള്ളിൽ ഈ അഭിപ്രായം KPCC അധ്യക്ഷൻ ഇങ്ങനെ തിരുത്തി.
ഇല്ല ഞാൻ ഇല്ലെന്നാ പറഞ്ഞു, സഹകരിക്കാനില്ല എന്നാ പറഞ്ഞത്. അത് അങ്ങനെ പറയുന്നില്ല, ഞാൻ പ്രതികരിക്കത്തില്ലായിരുന്നു. പ്രതികരിക്കാൻ മാത്രമേ ഞാൻ അതിന് വില കെട്ടിയിട്ടുള്ളൂ. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനമെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. Our party has not responded on this point. As soon as the party will respond, definitely the party will respond. As soon as the call will be taken, it will be deliberately, not deliberately. You people are asking this, but yes, the answer will be given from the AICC headquarter press conference. സർക്കാരിനെതിരെ KPCC നയിക്കുന്ന കേരള ജാഥ ഈ മാസം 21-ന് തുടങ്ങും. പുനഃസംഘടനയിൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്ന പരാതി ദീപാദാസ് മുൻഷിയോട് A ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചു. 24 തിരുവനന്തപുരം. പത്തനംതിട്ട മൈലപ്രയിൽ 72-കാരനെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മൈലപ്ര പുതുവേലി സ്റ്റോഴ്സ് ഉടമ ജോർജ് ഉണ്ണുണ്ണിയാണ് കൊല്ലപ്പെട്ടത്. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരുകിയ നിലയിലായിരുന്നു മൃതദേഹം. പത്തനംതിട്ട മൈലപ്ര ജംഗ്ഷനിൽ ദീർഘകാലമായി വ്യാപാരിയായ 73-കാരൻ ജോർജ് ഉണ്ണുണ്ണിയെയാണ് കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല മോഷണം പോയിട്ടുണ്ട്. കടയിലെ CCTVയുടെ ഹാർഡ് ഡിസ്കും എടുത്തുമാറ്റിയ നിലയിൽ. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പത്തനംതിട്ട SP V അജിത്ത്. നമുക്ക് പ്രാഥമികമായിട്ട് വന്ന് കണ്ടതിൽ തോന്നുന്നത് ഇതൊരു മേശയുടെ ഡ്രോയിൽ കിടന്ന പൈസയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഒരു പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു മർഡറിൻ്റെ ലൈനിലാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എവിഡൻസ് കളക്ഷനൊക്കെ ഇതിനകത്ത് ഒന്നാമത് നല്ല ഇരുട്ടുമാണ്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ അതെല്ലാം ചെയ്യുള്ളൂ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നാടിന് ഒരു ഉപദ്രവം ചെയ്യുന്ന ആളല്ല. കച്ചവടം നടത്തി ജീവിക്കുന്നു. നല്ല പ്രായമുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. റോഡിലെയും സമീപത്തെ വീടുകളിലെയും CCTVകൾ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം നാളെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ. 24 പത്തനംതിട്ട. കണ്ണൂർ സർവകലാശാല VC പുനർനിയമന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജിയുമായി സംസ്ഥാന സർക്കാർ. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി. പുനർനിയമന വിഷയത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടായെന്ന കണ്ടെത്തൽ തെറ്റാണെന്നാണ് സർക്കാർ വാദം. പുനർനിയമന വിഷയത്തിൽ ബാഹ്യ ഇടപെടലായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവെച്ച ഹൈക്കോടതി വിധി അങ്ങനെ സുപ്രീം കോടതി റദ്ദാക്കി. പുനർനിയമന ഉത്തരവ് ചാൻസലറാണ് പുറത്താക്കിയതെന്ന് സുപ്രീം കോടതി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ തീരുമാനത്തിൽ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുണ്ടെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിഗമനം. ഈ കണ്ടെത്തലിനെയാണ് പുനഃപരിശോധനാ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത്. നിയമനം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അട്ടിമറി സർക്കാർ നടത്തിയിട്ടില്ല എന്ന് പുനഃപരിശോധനാ ഹർജി അവകാശപ്പെടുന്നു. ഗൗരവകരമായ പരാമർശങ്ങൾ വിധിയിലുള്ളത് മറ്റു കേസുകളിലും സർക്കാരിന് തിരിച്ചടിയാകുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരിശോധനാ ഹർജി. പുതുവത്സരാവധിക്ക് ശേഷം തുറക്കുമ്പോൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസവും SFIയുടെ അടക്കം പ്രതിഷേധവും കണക്കിലെടുത്ത് ഗവർണറുടെ സഞ്ചാരപഥത്തിൽ മാറ്റം വരുത്തി പോലീസ്. വെള്ളയമ്പലം പാളയം വഴി എയർപോർട്ടിലേക്ക് പോകുന്നതിന് പകരം രാജ്ഭവനിൽ നിന്നും കുറവൻകോണം കുമാരപുരം വഴിയാണ് ഇത്തവണ ഗവർണർ എയർപോർട്ടിലെത്തിയത്. അതേസമയം ജനറൽ ആശുപത്രിക്ക് സമീപം ഗവർണർക്കെതിരെ ഇന്നും SFI പ്രതിഷേധമുണ്ടായി. ഫിയർലെസ് 53 എന്ന ബാനർ ഉയർത്തിയാണ് SFI പ്രതിഷേധിച്ചത്. എയർപോർട്ടിൽ എത്തിയ ഗവർണർ മാധ്യമങ്ങളെ കാണാതെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. പുതുവത്സര ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ ആൾക്കൂട്ട നിയന്ത്രണത്തിന് 1000-ലേറെ പോലീസുകാരെ വിന്യസിക്കും. തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേക പരിശോധനകളും ഉണ്ടാകും. ബീച്ചുകളിലും ഹോട്ടലുകളിലും രാത്രി 12 മണിക്ക് ശേഷം ആഘോഷങ്ങൾ അനുവദിക്കില്ല. ന്യൂ ഇയർ ആഘോഷം കനത്ത സുരക്ഷാ വലയത്തിൽ. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തോളം പേരെത്തിയ ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ ആളുകളുടെ എണ്ണം 1.5 ലക്ഷമായി പരിമിതപ്പെടുത്തും. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ പ്രവേശനം 40,000 പേർക്ക് മാത്രം. ഒരു കാരണവശാലും ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ അനുവദിക്കില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മഫ്തിയിൽ വനിതാ പോലീസുകാർ ഉണ്ടാകും. നിരീക്ഷണത്തിനായി 100 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിവരെ മാത്രമേ ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും ബാരിക്കേഡ് ഉപയോഗിച്ച് തടയും. 12 മണിക്ക് പാപ്പാഞ്ഞിയെ കത്തിച്ചാലും
ഒറ്റയടിക്ക് ആഘോഷങ്ങൾ അവസാനിപ്പിക്കില്ല. ചെറിയ കലാപരിപാടികൾ നടത്തി ആളുകൾക്ക് മെല്ലെ പുറത്തു പോകാൻ അവസരമുണ്ടാക്കും. രാത്രി 12 മണിക്ക് ശേഷം ഇടതടവില്ലാതെ KSRTC സ്വകാര്യ ബസ് സർവീസുകളും നടത്തും. അതേസമയം വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന RDOയുടെ ഉത്തരവിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണറും മുന്നറിയിപ്പുമായി എത്തി. 13 DYSPമാർ, 25 ഇൻസ്പെക്ടർമാർ, 60 SIമാർ ഉൾപ്പെടെ 1000-ൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയിലും മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 2000-ഓളം പോലീസുകാരെ സിറ്റിയിൽ മാത്രം ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന മാനവീയം വീതിയിലും ശംഖുമുഖം, കോവളം, വർക്കല ബീച്ചുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കും. മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടത്തും. ബീച്ചുകളുടെയും ഹോട്ടലുകളിലെയും ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല. അത് എല്ലാ വർഷം ചെയ്യുന്നതാണ്. ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട്. എൻട്രി ഇനി നമ്മൾ 12 മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല, ഏത് ബീച്ചാണെങ്കിലും. പിന്നെ ഹോട്ടൽസിലെ DJ പാർട്ടീസ് ആണെങ്കിൽ 12:30 വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുസാറ്റിലെ ദുരന്തം 2022-ലെ പുതുവത്സരാഘോഷത്തിനിടെ ഫോർട്ട് കൊച്ചിയിൽ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടം ഇവ രണ്ടും മുന്നിൽ കണ്ടാണ് കർശന സുരക്ഷ. 24 കൊച്ചി. എന്തായാലും പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ തിരക്ക് കൊച്ചി നഗരത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നടക്കം ഫോർട്ട് കൊച്ചിയിൽ അടക്കം നിരവധി ഇടങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാളെ അത് വർദ്ധിക്കുകയുള്ളൂ. എന്തായാലും ഗതാഗത നിയന്ത്രണമാണ് എടുത്തു പറയേണ്ട കാര്യം. KSRTC ബസ്സുകളുണ്ട്, ഒപ്പം തന്നെ മെട്രോ സർവീസുകളും അധിക നേരം സർവീസ് നടത്തും എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോ. ജനുവരി അതായത് പുലർച്ചെ 1 മണിവരെ, അതായത് പുതുവത്സര ദിനത്തിൽ 1 മണിവരെ സർവീസ് ഉണ്ടാകും. മാത്രമല്ല നാളെ രാത്രി 20 മിനിറ്റ് ഇടവിട്ടായിരിക്കും മെട്രോ സർവീസ് ഉണ്ടാവുക എന്നുകൂടെ അറിയിക്കുന്നുണ്ട് കൊച്ചി മെട്രോ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊച്ചിൻ കാർണിവലിൽ ഗവർണറും തൊപ്പിയും എന്ന നാടകം നിരോധിച്ച RTO ഉത്തരവിനെ ന്യായീകരിച്ച് CPIM MLA KJ മാക്സി രംഗത്തെത്തി. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് RTO ശ്രമിച്ചത്. വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ച പപ്പാഞ്ഞിയെ കത്തിക്കില്ലെന്നും തീരുമാനമായി. BJP മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ഗവർണറും തൊപ്പിയും എന്ന നാടകം ഫോർട്ട് കൊച്ചി RDO K മീര വിലക്കിയത്. ഉത്തരവ് ഏകപക്ഷീയമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നാടകത്തിന്റെ ഭാരവാഹികൾ. നമ്മൾ അതിന്റെ സാധ്യതകൾ നോക്കിയിട്ട് നമ്മൾ നിയമ നടപടി സ്വീകരിക്കും. ഇത് എത്ര നാൾ നിൽക്കുന്ന ഒരു ഓർഡറാണെന്ന് പോലും അറിയില്ല. ഓർഡറിന്റെ സാധ്യത തന്നെ വളരെ കുറവാണ്. അപ്പോൾ അത് കോഷ് ചെയ്യാനായിട്ട് കോടതി തുറക്കുന്ന മുറയ്ക്ക് നമ്മൾ അത് വെക്കേറ്റ് അത് ഒഴിവാക്കുകയും നമ്മൾ വീണ്ടും ഈ നാടകം അതേ വേദിയിൽ കളിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും. നാടകം നിരോധിച്ചത് വിവാദങ്ങൾ ഒഴിവാക്കാനെന്നായിരുന്നു കൊച്ചി MLA KJ മാക്സിയുടെ പ്രതികരണം. ഇവർ കളിക്കുന്ന സംഘടന ചോദിച്ചപ്പോൾ അത് ജപ്പാൻ കഥയാണത്. ആ പേര് ഗവർണർ തൊപ്പി എന്നാണ്. പിന്നെ അത് പിന്നെ ഈ സമയത്തൊക്കെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നാണ് അവരത് മാറിയത്. അവർ സ്വയം മാറിയത് സംഘടന. അത് ആദ്യം അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം വലിയൊരു സംഭവം നടക്കുമ്പോൾ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ, അതുകൊണ്ട് മാത്രം. വെളി ഗ്രൗണ്ടിൽ നിർമ്മിച്ച പാപ്പാഞ്ഞിയെ പൊളിച്ചു നീക്കണമെന്ന RDO ഉത്തരവിലും പ്രതിഷേധമുയർന്നു. ചർച്ചക്കൊടുവിൽ പാപ്പയെ പൊളിച്ചു നീക്കേണ്ടതില്ലെന്നും കത്തിക്കാതിരുന്നാൽ മതിയെന്നുമുള്ള സമവായത്തിലെത്തി. വിവാദങ്ങൾക്കിടയിൽ പുതുവർഷ രാവിൽ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കാനുള്ള പാപ്പാഞ്ഞിയെ സ്ഥാപിച്ചു. 24 കൊച്ചി. സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ രാത്രി 8 മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതുവത്സര ദിനത്തിൽ നേരത്തെ അടയ്ക്കുന്നത്. സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണമെന്നാണ് പമ്പ് ഉടമകളുടെ ആവശ്യം. പുതുവത്സര തലേന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇറങ്ങുന്നവർ നേരത്തെ വാഹനങ്ങളിൽ ഇന്ധനം നിറച്ചു വെക്കേണ്ടി വരും. രാത്രി 8 മണി മുതൽ 1 രാവിലെ 6 മണി വരെ പമ്പുകൾ അടച്ചിടാനാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി തവണയാണ് പെട്രോൾ പമ്പുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾ നടന്നത്. കേരളത്തിലെ പെട്രോൾ പമ്പുകളുടെയും ആ വർക്ക് പമ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരണം. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് കളമശ്ശേരിയിലെ തീപിടുത്തം ബോംബേറും പെട്രോൾ എറിഞ്ഞ ഒരു സംഭവം ഉണ്ടായി, 5 പേര് മരിച്ചു. ഇതൊരു സൂചന ആയിട്ടാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇത് ചെയ്യുന്നത്. നേരത്തെ ഞങ്ങളുടെ കമ്മിറ്റി ആലോചിച്ചിരുന്നത് ജനുവരി 1 മുതൽ കേരളത്തിലെ എല്ലാ പമ്പുകളും രാത്രി 10-ന് ശേഷം അടയ്ക്കാനായിരുന്നു. സൂചനാ പ്രതിഷേധം സർക്കാർ ഗൗനിച്ചില്ലെങ്കിൽ രാത്രികളിൽ പൂർണ്ണമായി പമ്പുകൾ അടച്ചിടേണ്ടി വരുമെന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്നതുപോലെയുള്ള നിയമം വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. 24 കൊച്ചി, പാലക്കാട്. യാത്രക്കാർ ശ്രദ്ധിക്കുക. ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു റെയിൽവേ. കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന 18 ദീർഘദൂര ട്രെയിനുകളാണ് റദ്ദാക്കിയത്.
6 ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ സർവീസുകൾക്കാണ് നിയന്ത്രണം. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ തുരന്തോ എക്സ്പ്രസ്, കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി കേരള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, കന്യാകുമാരി ശ്രീ വൈഷ്ണോദേവി കത്ര ഹിമസാഗർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കി ഗുസ്തി താരങ്ങൾ. വിനേഷ് ഫോഗട്ട് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പുരസ്കാരങ്ങൾ വെച്ച് മടങ്ങി. അർജുന അവാർഡ് ഫലകവും ഖേൽ രത്ന പുരസ്കാരവുമാണ് വിനേഷ് ഉപേക്ഷിച്ചത്. പുരസ്കാരം തിരികെ നൽകുമെന്ന് താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വൈകിട്ട് കാൽനട പ്രതിഷേധവുമായാണ് താരം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെത്തിയത്. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ആയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് താരം അവാർഡുകൾ തിരികെ നൽകിയത്. ഇനി ശബരിമല വാർത്തകളിലേക്ക്. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. ജനുവരി 15-നാണ് മകരവിളക്ക്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നട തുറന്നു. പിന്നീട് ആഴിയിൽ അഗ്നി പകർന്നു. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും നല്ല തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജനുവരി 15-നാണ് മകരവിളക്ക്. 12-ന് എരുമേലിപ്പേട്ടത്തുള്ളൽ നടക്കും. 13-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. മണ്ഡലകാലത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ പിഴവുകൾ പരിഹരിച്ച് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലീസും ദേവസ്വം ബോർഡും ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് വ്യക്തമായിട്ടുള്ള ബ്രീഫിംഗ് എന്തൊക്കെ ചെയ്യേണ്ടതാണ്, എങ്ങനെ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം ഉണ്ടാക്കണം, എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അവരവരെ പോയിന്റ് ഡ്യൂട്ടിയെ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഓഫീസേഴ്സ് അവരവരെ ജോലി സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ശബരിപീഠം മുതൽ സന്നിധാനം വരെ 36 കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ വിന്യസിച്ചു. ഇവിടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും സേവനമുണ്ടാകും. 24 പത്തനംതിട്ട. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഗസയിൽ പ്രചരിച്ചിരുന്നുവെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ദൈവദശക ശ്ലോകം കേരളത്തിന്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ നിർദ്ദേശിച്ചു. മാനവികതയുടെ വിസ്മയ പ്രതിഭാസമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുസന്ദേശത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന കാലമാണിത്. ഗുരുസന്ദേശത്തിന്റെ വെളിച്ചം ഗസയിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ളതല്ല, മനുഷ്യത്വത്തിനെതിരെയുള്ളതാണ് ഈ ആക്രമണം എന്ന് പറയുന്നത്. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങിമരിക്കുന്നുവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗുരു സന്ദേശത്തിൻ്റെ തെളിച്ചം ആ മണ്ണിൽ, ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിന്റെ ഗുരുവായി കണ്ടുവെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. തുടർന്ന് 2 ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും മേൽശാന്തിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദൈവദശകം മുഴുവൻ വേണ്ട, ഒരു 3 ശ്ലോകമെങ്കിലും കേരളത്തിൻ്റെ ഗാനമായി അംഗീകരിക്കപ്പെടണമെന്ന് ലക്ഷക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർത്ഥാടനം മറ്റന്നാൾ സമാപിക്കും. നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷൂവേർ റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിനെ വിമർശിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ്. കേസ് പിൻവലിക്കണമെന്നാണ് ആവശ്യം. കേരള സർക്കാർ നരേന്ദ്രമോദിയുടെ പാത സ്വീകരിക്കരുതെന്ന് സാമൂഹിക പ്രവർത്തക മേധാ പട്കറും പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ഷൂ എയർ കേസിൽ 24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയതിൽ ദേശീയതലത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. വിനീതയ്ക്കെതിരായ പോലീസ് നടപടി ആശങ്കയുണ്ടാക്കുന്നുവെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ വിമർശിച്ചു. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയെന്നത് മാധ്യമപ്രവർത്തകരുടെ കടമയാണ്, അത് കുറ്റകൃത്യമല്ലെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓർമ്മിപ്പിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പ്രസ്താവനയിൽ അറിയിച്ചു.
സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച സാമൂഹ്യ പ്രവർത്തക മേധാ പട്കർ വിനീതയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തെയും പ്രതിഷേധത്തെയും ഇല്ലാതാക്കുന്നത് മോദിയുടെ പാതയെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. This kind of thing is expected from the central government that is today crushing the right to free expression in India. But we never expected this from the ruling party in Kerala. And when this happens, we really have to support the media person like Vinita, and I do the same. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിന് നേരെ KSU പ്രവർത്തകർ ഷൂവെറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസിൽ 5ാം പ്രതിയാക്കിയത്. 24 ഡൽഹി. മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ് LDF നേതൃത്വത്തിന് കത്ത് നൽകി. മന്ത്രിസ്ഥാനം വെച്ച് മാറാനുള്ള NCPയിലെ ധാരണ പാലിക്കാൻ ഇടപെടണം എന്നാണ് ആവശ്യം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും കത്തു നൽകും. മന്ത്രി AK ശശീന്ദ്രനാണ് NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ളത്. വെച്ചുമാറാൻ ധാരണയുണ്ടെന്ന അവകാശവാദവുമായി തോമസ് കെ തോമസ് പലതവണ രംഗത്ത് വന്നെങ്കിലും ദേശീയ നേതൃത്വം കൈവിട്ടു. ഇതോടെയാണ് LDF നേതൃത്വത്തെ സമീപിച്ചത്. ഇന്നലെ വൈകിട്ട് AKG സെന്ററിലെത്തിയാണ് കൺവീനർ EP ജയരാജന് കത്ത് നൽകിയത്. മന്ത്രിസ്ഥാനം തുല്യമായി വീതം വെക്കണമെന്ന NCPയിലുണ്ടായ ധാരണ നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 MLAമാർക്കും തുല്യ പരിഗണന നൽകണമെന്നാണ് ശരത് പവാർ നിർദ്ദേശിച്ചത്. ഈ ധാരണയെപ്പറ്റി PC ചാക്കോയ്ക്കും അറിവുള്ളതാണ്. ഇനി മുഖ്യമന്ത്രിക്ക് കൂടി കത്ത് നൽകുമെന്ന് തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ എടുത്തൊരു തീരുമാനമുണ്ട് പാർട്ടിയായിട്ട്. അത് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതനുസരിച്ചുള്ള ലെറ്റർ EP ജയരാജന് കൊടുത്തിട്ടുണ്ട്. അല്ല, കത്ത് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള ടൈം അടിച്ചുകൊണ്ട് ഞാൻ കൊടുക്കും. കാരണം പിന്നെ സംശയമില്ല, കൊടുക്കണമല്ലോ. കാരണം ഇത് ഒരു മുഖ്യമന്ത്രി ആണല്ലോ തീരുമാനിക്കാൻ. ശരത് പവാർ തീരുമാനം അറിയിച്ചാൽ മാത്രമായിരിക്കും LDF ഈ ആവശ്യം പരിശോധിക്കുക. എന്നാൽ മന്ത്രിസ്ഥാനം മാറുന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലെന്നാണ് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ നിലപാട്. 24 ആലപ്പുഴ. KB ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് KSRTCയിലും കൂട്ട സ്ഥലം മാറ്റം. കണ്ടക്ടേഴ്സ്, ഡ്രൈവേഴ്സ്, മെക്കാനിക്കൽ ജീവനക്കാർ എന്നിവരെയാണ് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. KSRTC CMD ബിജു പ്രഭാകറാണ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. മെക്കാനിക്കൽ വിഭാഗത്തിൽ 28ഉം കണ്ടക്ടർ 41ഉം ഡ്രൈവർ വിഭാഗത്തിൽ 47 പേരെയുമാണ് സ്ഥലം മാറ്റിയത്. നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ കൂട്ട സ്ഥലം മാറ്റ ഉത്തരവ് വിവാദമായതിനു പിന്നാലെ KB ഗണേഷ് കുമാർ ഇടപെട്ട് അത് മരവിപ്പിച്ചിരുന്നു. 57 പേരുടെ സ്ഥലം മാറ്റമാണ് മരവിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനോട് 3 സീറ്റ് ആവശ്യപ്പെടാൻ ഉറച്ച് കേരള കോൺഗ്രസ് M. സമയമാകുമ്പോൾ അർഹതപ്പെട്ടത് ചോദിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ MLAയുമായ സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. മധ്യ കേരളത്തിൽ LDFനുണ്ടായ നേട്ടങ്ങൾ കേരള കോൺഗ്രസ് M വന്നതോടെയാണെന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക്. ഇത് ഉയർത്തിക്കാട്ടി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് M ശ്രമിക്കുന്നത്. പാർട്ടിക്ക് ശക്തി വർദ്ധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾ എടുത്തു പറയുന്നു. ഏതാണ്ട് 127 നിയോജകമണ്ഡലങ്ങളിൽ പാർട്ടിക്ക് കമ്മിറ്റിയുണ്ട്. ഈയിടെ ഞങ്ങൾ ഫണ്ട് കളക്ഷന് വേണ്ടി എല്ലാ ജില്ലകളിലും പോയിരുന്നു. വളരെ നല്ല സഹകരണം ഉണ്ടായി. അപ്പോൾ പാർട്ടിക്ക് വലിയ വളർച്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPMനെ വെറുപ്പിച്ചുകൊണ്ട് സീറ്റ് നേടിയെടുക്കാനാകില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിന് അറിയാം. അതുകൊണ്ട് തന്നെ UDFൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നത് പോലെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കില്ല. ഞാനൊരു കാര്യം അടിവരായിട്ട് പറയാം. കേരള കോൺഗ്രസിന് 3 സീറ്റിന് അർഹതയുണ്ട്. പക്ഷേ അതൊന്നും ചർച്ച ചെയ്യാനുള്ള സമയമായില്ലല്ലോ. ആ സമയമാകുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത വിധത്തിൽ, അവസരമുണ്ടാകാത്ത വിധത്തിൽ മാത്രമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം കണ്ണുവച്ചിരിക്കുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം. കണ്ണൂരിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടന വേദിയിൽ മേയറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ പോർവിളിയും കയ്യാങ്കളിയും. മേയർ TO മോഹനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷും തമ്മിലാണ് തർക്കമുണ്ടായത്. PK രാഗേഷിന് വേദിയിൽ പ്രസംഗിക്കാൻ മേയർ അവസരം നിഷേധിച്ചതോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ മഞ്ചപ്പാലത്ത് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വേദി.
ഉദ്ഘാടകനായ മന്ത്രി MP രാജേഷ് വേദി വിട്ടതിന് പിന്നാലെയാണ് കയ്യാങ്കളിയുണ്ടായത്. പ്രോട്ടോകോൾ പ്രകാരം മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ശേഷം വേദിയിൽ സംസാരിക്കേണ്ടത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എന്നാൽ മൈക്ക് വിട്ടു നൽകാൻ മേയർ തയ്യാറായില്ല. ഇതിനെ PK രാഗേഷ് ചോദ്യം ചെയ്തു. പിന്നാലെ തർക്കം. ഇവിടെ കക്ഷി നേതാക്കന്മാർ സംസാരിക്കും. മേയർ TO മോഹനനെതിരെ PK രാഗേഷ് വാർത്താ സമ്മേളനം വിളിച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതാണ് മേയറെ പ്രകോപിപ്പിച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് രാഗേഷിനെതിരെ നേരത്തെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. 24 കണ്ണൂർ. ഈ നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുറ്റത്ത് പെരുമ്പാവിനെ ചാക്കിൽ കെട്ടിയെറിഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. വഴിയിൽ നിന്ന് പിടികൂടിയ പെരുമ്പാവിനെ കൊണ്ടുപോകാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പത്തനംതിട്ട ചെന്നീർക്കര പഞ്ചായത്ത് 6ാം വാർഡംഗം ബിന്ദു T ചാക്കോയുടെ വീട്ടുമുറ്റത്ത് നാട്ടുകാർ പെരുമ്പാവിനെ ഇട്ടത്. ഇലവുംതിട്ട പോലീസ് സംഭവത്തിൽ കേസെടുത്തു. വഴിയരികിൽ കണ്ട പെരുമ്പാമ്പിനെ നാട്ടുകാരാണ് പിടികൂടിയത്. പഞ്ചായത്ത് അംഗം ബിന്ദു T ചാക്കോയെ പിന്നാലെ വിവരം അറിയിച്ചു. പഞ്ചായത്ത് അംഗം വനം വകുപ്പിനും വിവരം കൈമാറി. ഉദ്യോഗസ്ഥരെത്താൻ താമസിച്ചോടെ രോഷാകുലരായവർ പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുറ്റത്ത് തന്നെ കൊണ്ടുവന്നിടുകയായിരുന്നു. 12 മണിയോടുകൂടി തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തി ലൊക്കേഷൻ. അപ്പം ഞാൻ അന്നേരമേ അവരോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ആണെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കണമെന്ന്. അവർ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാളെ അവിടെ ചെന്നപ്പോൾ ഈ പാമ്പിനെ അവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതിലൊരാളെ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ പാമ്പ് എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ വീടിൻ്റെ മുന്നേ കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അംഗത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇലവുംതിട്ട പോലീസിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. മുഖ്യമന്ത്രി പിണറായി വിജയന് ബോംബ് ഭീഷണി. എറണാകുളം ADM ഓഫീസിലാണ് ഭീഷണി കത്ത് ലഭിച്ചത്. നവകേരള സദസ്സ് കൊച്ചിയിലേക്ക് വീണ്ടും എത്താനിരിക്കുമ്പോഴാണ് ഈ ഭീഷണി. തൃക്കാക്കര പോലീസ് അന്വേഷണം തുടരുകയാണ്. പഴയ കമ്മ്യൂണിസ്റ്റുകളെന്ന പരിചയപ്പെടുത്തലോടെയാണ് മുഖ്യമന്ത്രിക്കുള്ള ഭീഷണിക്കത്ത്. നവകേരള സദസ്സിന്റെ തൃക്കാക്കരയിലെ വേദിയിൽ കുഴിബോംബ് വെക്കുമെന്നാണ് ഭീഷണി. പിണറായി വിജയൻ നാട് മുടിച്ചെന്നും ഇനി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും അയച്ചയാളുടെ മേൽവിലാസമില്ലാത്ത കത്തിൽ പറയുന്നു. തൃക്കാക്കര ADM ഓഫീസിൽ ലഭിച്ച കത്ത് പോലീസിനു കൈമാറി. പ്രാഥമിക അന്വേഷണത്തിൽ കത്തിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. കത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിശദാന്വേഷണത്തിന് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകി. ജനുവരി 1, 2 തീയതികളിൽ തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിൽ നടക്കുന്ന നവകേരള സദസ്സിന് സുരക്ഷ വർദ്ധിപ്പിക്കാനും പോലീസ് തീരുമാനിച്ചു. 24 കൊച്ചി. ഇനി മറ്റൊരു ദേശീയ വാർത്തയിലേക്കാണ്. ഉത്തരേന്ത്യയിൽ പിടിമുറുക്കി അതിശൈത്യം. കനത്ത മൂടൽമഞ്ഞ് റെയിൽ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു. 30 ട്രെയിനുകളും ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള 80 വിമാനങ്ങളും വൈകി. ഡൽഹിയിൽ വായുമലിനീകരണവും അതിരൂക്ഷമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഉത്തരേന്ത്യ അതിശൈത്യത്തെ നേരിടുകയാണ്. താപനില 9 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു. കനത്ത മൂടൽമഞ്ഞിൽ കാഴ്ച മറഞ്ഞതോടെ ട്രെയിൻ, വിമാന സർവീസുകൾ പ്രതിസന്ധിയിലായി. നിരവധി ട്രെയിനുകളും വിമാനങ്ങളും വൈകി. പലയിടങ്ങളിലും റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. താപനില കുറഞ്ഞതും കാറ്റിന്റെ വേഗത കുറഞ്ഞതും ഡൽഹിയിൽ വായു മലിനീകരണ തോത് ഉയർത്തി. ഒരാഴ്ചയായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 മുകളിൽ തുടരുന്നു. ഗാസിയാബാദ്, നോയിഡ, ഫരീദാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ ഗുരുതരാവസ്ഥയാണ്. വരുന്ന ദിവസങ്ങളിൽ വായു മലിനീകരണം ഉയരുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ. അതിശൈത്യത്തോടൊപ്പമുള്ള വായു മലിനീകരണം ഉത്തരേന്ത്യയിലെ ജനജീവിതത്തെ ദുരിതത്തിലാക്കി. 24 ഡൽഹി. കർണാടകയിൽ പൂട്ടിയിട്ട വീട്ടിൽ 5 പേരുടെ അസ്ഥികൂടം കണ്ടെത്തി. ചിത്രദുർഗ സ്വദേശിയായ ജഗന്നാഥ് റെഡ്ഡിയും കുടുംബവുമാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 2019 മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. ചിത്രദുർഗ ചല്ലക്കര ഗേറ്റിന് സമീപത്തെ വീട്ടിലാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ജഗന്നാഥ് റെഡ്ഡി, ഭാര്യ പ്രേമ, മക്കളായ ത്രിവേണി, കൃഷ്ണ, നരേന്ദ്ര എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് പ്രാഥമികമായി പറയുന്നു. വീടിന്റെ വാതിൽ പൊളിഞ്ഞുകിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയിൽ 4 പേരുടെ അസ്ഥികൂടങ്ങൾ ഒരു മുറിയിലും ഒരസ്ഥികൂടം മറ്റൊരു മുറിയിലുമായിരുന്നു. നാട്ടുകാരുമായി അധികം അടുപ്പമില്ലാതിരുന്ന കുടുംബത്തെ അവസാനമായി കണ്ടത് 2019 നാട്ടുകാർ പറഞ്ഞു. കന്നഡയിലുള്ള ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയെന്നും സൂചനയുണ്ട്.
DNA ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷമേ കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. 4 വർഷത്തോളമായിട്ട് മരിച്ച വിവരം അറിഞ്ഞില്ലെന്ന നാട്ടുകാരുടെ വാദം പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. കുടുംബത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും ചിത്രദുർഗ പോലീസ് അറിയിച്ചു. 24 ബംഗളൂരു. ആലുവ രാജഗിരി ആശുപത്രിയുടെ 10ാം വാർഷികം പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്തു. 4ാമത്തെ ടവറിന്റെ ശിലാസ്ഥാപനവും ഗവർണർ നിർവഹിച്ചു. സഹന ജീവിതത്തിന് അനന്തമായ പരിചരണം എന്ന പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ സന്ദേശ ഫലകം ലക്ഷ്മി ആനന്ദ് ബോസ് അനാവരണം ചെയ്തു. ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ ഫാദർ ജോൺസൺ വാഴപ്പള്ളി, ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം, ഉപദേശക ബോർഡംഗം വേണുഗോപാൽ C ഗോവിന്ദ്, നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. വയനാട് പനമരം അമ്മാനിയിൽ തോട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിയെ പിടികൂടി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. പുളിക്കൽ മാർക്കോസിന്റെ വീടിനടുത്തുള്ള കൃഷിയിടത്തിലെ തോട്ടിലാണ് പുലിയെ അവശനിലയിൽ കണ്ടെത്തിയത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം. ഇന്നു രാവിലെ 6:30യോടെയാണ് മാർക്കോസിന്റെ ബന്ധുവായ ബിജു നായകുരയ്ക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയത്. പരിശോധനയിൽ കൃഷിയിടത്തോട് ചേർന്ന തോട്ടിൽ പുലിയെ കണ്ടെത്തുകയായിരുന്നു. പുലി ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചു. കൈക്കോട്ടുകളുടെ പിടി കടിച്ചു മുറിച്ചു. പിന്നീട് തോട്ടിൽ നിലയുറപ്പിക്കുകയായിരുന്നു. അവശത ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തോ ഒരു അവശതയുണ്ട്, എന്ത് പറ്റിയെന്നറിയില്ല, അവശതയുണ്ട്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവരെ കണ്ടവരൊക്കെ കഴിച്ചിലായി പോയതാണ്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കണ്ടമാനം ശല്യമുള്ള ഒരു ഏരിയ ആണ്. പരിക്കാണ് രോഗമാണെന്ന് അറിയില്ല, അവരാരും സ്ഥിരീകരിച്ചില്ല. രോഗമാണെന്ന് കഴുത്ത് താത്തിയാണ് വെച്ചിരിക്കുന്നത്. രോഗമാണെന്ന് ഉള്ളൊരു ചെറിയ സംശയം ഉണ്ട്, പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട്. വയനാട് സൗത്ത് DFO ഷജ്ന കരീമും ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ അജേഷ് മോഹൻദാസും RRT സംഘവും സ്ഥലത്തെത്തി. നിമിഷങ്ങൾക്കുള്ളിൽ വലവിരിച്ച് പുലിയെ പിടികൂടി. നാലിനും 5-നും പ്രായമുള്ള ആൺപുലിയെയാണ് പിടികൂടിയിരിക്കുന്നത്. പുലിയെ ആദ്യം പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കും പിന്നീട് കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലേക്കും മാറ്റി. പരിചരണത്തിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. 24 വയനാട്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ പോലീസ് കേസെടുത്തു. 5ാം ദിവസവും പ്രതികളിലേക്ക് എത്താൻ കഴിയാതെ പോലീസ് വലയുകയാണ്. ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ നിയന്ത്രിത സ്ഫോടനത്തിന്റെ 5ാം ദിവസമാണ് ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. സ്ഫോടക വസ്തു നിയമത്തിലെ സെഷൻ 3 പ്രകാരമാണ് തുഗ്ലക് റോഡ് പോലീസ് അജ്ഞാതർക്കെതിരെ കേസെടുത്തത്. പൃഥ്വിരാജ് റോഡിലുണ്ടായ സ്ഫോടനത്തിൽ 5ാം ദിവസവും പോലീസ് പ്രതികൾക്കായി ഇരുട്ടിൽ തപ്പുകയാണ്. ജാമിയ നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിലെത്തിയ വ്യക്തിയാണ് സ്ഫോടനം നടത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണം തുടരുന്നത്. ഇതുവരെ 12 പേരെ ചോദ്യം ചെയ്തു. ദൃക്സാക്ഷിയിൽ നിന്ന് മൊഴിയെടുത്തു. സ്ഫോടനത്തിനു പിന്നാലെ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന് കൈമാറിയിരുന്നു. NSGയും സ്ഥലത്തെ പരിശോധന പൂർത്തിയാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 5:10 ഇസ്രായേൽ എംബസിയിൽ നിന്ന് 250 മീറ്റർ അകലെ സ്ഫോടനമുണ്ടായത്. 24 ഡൽഹി. ഇനിയൊരു എക്സ്ക്ലൂസീവ് വിഷ്വലിലേക്കാണ്. കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിൽ കുട്ടവഞ്ചി യാത്രികരുടെ സഞ്ചാരപാതയിൽ കാട്ടാന ഇറങ്ങിയ ദൃശ്യമാണത്. കല്ലാറിന് കുറുകെയാണ് കാട്ടാന എത്തിയത്. ആദ്യമായാണ് കുട്ടവഞ്ചി യാത്രികരുടെ സഞ്ചാരപാതയിൽ ഇങ്ങനെ ഒരു കാട്ടാന ഇറങ്ങുന്നത്. ദൃശ്യം കാണാം. ഞാൻ വീഡിയോ തന്നെ ഇല്ല, ഒട്ടും ഉപദ്രവിക്കൂല. പോകുന്ന യാത്രികരെയും കാണാം. ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടവഞ്ചി യാത്രികർ ഉണ്ടാകുമ്പോൾ ആറിന് കുറുകെ ആന കടക്കുന്നതെന്നാണ് അവിടുത്തെ പ്രദേശവാസികളും ഒപ്പം അവിടുത്തെ അധികൃതരും പറയുന്നത്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. രാമക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പ്രശംസിച്ചും കോൺഗ്രസ് നിലപാടിനെ തള്ളിപ്പറഞ്ഞും CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. രാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മതേതര കക്ഷികൾ പങ്കെടുക്കുന്നത് ശരിയല്ലെന്ന് CP ജോൺ. സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ തമിഴ്നാട്ടിൽ ഗവർണർ RN രവിയും മുഖ്യമന്ത്രി MK സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തി. ബില്ലുകളിലെ തർക്കം ചർച്ചയായി.
ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബാംഗങ്ങളെ കാണാനെത്തിയ PDP നേതാവ് മെഹബൂബ മുഫ്തിയെ പോലീസ് തടഞ്ഞു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. BJP നാഷണൽ കോൺഫറൻസ് നേതാക്കളുടെ സന്ദർശന ഘട്ടത്തിൽ പോലീസ് ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് മെഹബൂബ മുഫ്തി. രാജസ്ഥാനിൽ BJP മന്ത്രിസഭ വികസിപ്പിച്ചു. 22 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. കിരോഡിലാൽ മീന, രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് എന്നിവർ ഉൾപ്പെടെ 12 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. വകുപ്പുകൾ പിന്നീട് തീരുമാനിക്കും. താമരശ്ശേരി ചുരത്തിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ചുരത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അനുവാദമുണ്ടാകില്ല. ഞായറാഴ്ച വൈകിട്ട് മുതൽ ചുരത്തിൽ കൂടുതൽ പോലീസും ഉണ്ടാകും. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വൈദ്യുതി പ്രതിസന്ധിയിൽ KSEBക്ക് ആശ്വാസം. കുറഞ്ഞ വിലയ്ക്കുള്ള 465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിച്ചു. യൂണിറ്റിന് ₹4.29 വൈദ്യുതി ലഭ്യമാകും. KSEB വൈദ്യുത കമ്പനികളുമായി ഒപ്പുവെച്ച കുറഞ്ഞ നിരക്കിലുള്ള കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ നേരത്തെ റദ്ദാക്കിയിരുന്നു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായി. ഉയർന്ന തുകയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നത് ബോർഡിന് അധിക ബാധ്യതയായി. കരാറുകൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കരാറുകൾ പുനഃസ്ഥാപിച്ചത്. ഉൽപാദന കമ്പനികൾ കരാർ അനുസരിച്ച് ഉടൻ വൈദ്യുതി നൽകി തുടങ്ങണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ജിൻഡാൽ പവർ, ജിൻഡാൽ ഇന്ത്യ തെർമൽ പവർ, ജാംബുവ എന്നീ കമ്പനികളുമായാണ് കരാർ. വൈദ്യുതി നൽകുന്നുണ്ടോ എന്ന് KSEB 1 മാസത്തിനകം കമ്മീഷന് റിപ്പോർട്ട് നൽകണം. വൈദ്യുതി നൽകിയില്ലെങ്കിൽ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകും. കരാറുകൾ റദ്ദാക്കിയ ശേഷം പവർ എക്സ്ചേഞ്ചിൽ നിന്ന് 10 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി വാങ്ങിയാണ് ബോർഡ് പ്രതിസന്ധി ഒഴിവാക്കുന്നത്. 24 തിരുവനന്തപുരം. ആരോടും തർക്കത്തിനും എതിർപ്പിനുമില്ലെന്ന് സമസ്ത വിവാദങ്ങളിൽ പ്രതികരണവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സംഘടനയുടെ ലക്ഷ്യം കലഹമല്ല. ഈ സംഘടനയെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. നാട്ടിൽ മതമൈത്രിയും സ്നേഹവും കാത്തുസൂക്ഷിച്ചത് ഈ സംഘടന ഉള്ളതുകൊണ്ടാണെന്നും കാന്തപുരം പറഞ്ഞു. ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുകയും മതമൈത്രിയും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതോടൊപ്പം ആത്മീയ ചൈതന്യം പരിപൂർണമായി നിലനിർത്തി മുൻഗാമികളായ സജ്ജനങ്ങൾ ഇവിടെ കാണിച്ചു തന്ന മാർഗം മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുഖം നൽകാതിരുന്ന ഗവർണറുടെ നടപടിയെ വിമർശിച്ച് മന്ത്രി VN വാസവൻ രംഗത്ത് വന്നു. ചെലവിനായി 5 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും മുൻകൂർ വാങ്ങിയാണ് രാജ്ഭവൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം മുഖത്തു നോക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ ഉണ്ടായില്ല. ഒന്നും സംസാരിക്കാതെ ഗവർണർ വേദി വിട്ടിറങ്ങുകയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഗവർണറെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി VN വാസവൻ രംഗത്തെത്തിയത്. വീഴ്ച മുഖ്യമന്ത്രിയുടേതല്ല, ഗവർണറുടേതാണെന്ന് മന്ത്രി. രാജ്ഭവനിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഗവർണറുടെ ആസ്ഥാനത്ത് ഗവർണറാണ് അതിൻ്റെ തലവനായും ആതിഥേയനായും അവിടെ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ശിഷ്ടാദികളുമൊക്കെ വരുമ്പോൾ ആ ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടത് ഗവർണറാണ്. ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണറുടെ പുറകെ മുഖ്യമന്ത്രി കയറി ചെല്ലുമ്പോൾ മിനിമം ഒന്ന് വിഷയെങ്കിലും ചെയ്യണ്ടേ, പരസ്പരം ഒരു ഹസ്തദാനം നടക്കണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംസാരിക്കാൻ മുഖമൊന്ന് തിരിഞ്ഞു കൊടുക്കണ്ടേ. അതിന് പകരം അദ്ദേഹം സ്ഥലത്തോട്ട് പോലും നോക്കാതെ അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ സമീപനവും വാസ്തവത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് യോജിച്ചതായിരിക്കാം, പക്ഷേ ഗവർണർക്ക് യോജിച്ചതല്ല. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുടെ ചെലവ് സർക്കാരിൽ നിന്ന് മുൻകൂർ വാങ്ങിയാണ് രാജ്ഭവൻ ചടങ്ങ് നടത്തിയത്. ചെലവിനായി 5 ലക്ഷം രൂപയാണ് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തുക വേണമെന്നായിരുന്നു ആവശ്യം. സത്യപ്രതിജ്ഞയ്ക്ക് തലേ ദിവസം തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ചെലവിൻ്റെ കണക്ക് കാണിക്കണമെന്ന് പൊതുഭരണ വകുപ്പ് രാജ്ഭവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിക്ക് പരിഹാരമായതോടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ദേവസ്വങ്ങൾ. ജനുവരി ആദ്യവാരത്തോടെ പൂരം എക്സിബിഷന് വേണ്ട നിർമ്മാണ ജോലികൾ ആരംഭിക്കും. ഏപ്രിലിൽ പൂരം എക്സിബിഷൻ തുടങ്ങാനാണ് നീക്കം.
ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ സന്ദർശിക്കും. അതിനുശേഷം പൂരമൊരുക്കങ്ങളിലേക്ക് കടക്കാനാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആലോചന. കഴിവതും വേഗത്തിൽ പൂരം എക്സിബിഷൻ ആരംഭിക്കാനാണ് നീക്കം. ഇതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങി. അതിൻ്റെ ലേലത്തിനുള്ള പരസ്യം 2-3 ദിവസത്തിനുള്ളിൽ പുറത്തു പോകും. അത് കഴിഞ്ഞാൽ ലേലം ഏതാണ്ട് 10-11 ദിവസം, ജനുവരി 10-11 ആണ് ലേലം നടക്കുക. അത് ഒരാഴ്ചയോടുള്ള അവാർഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് കാൽനാട്ട് കർമ്മം പണികൾ ആരംഭിക്കും. എന്നിട്ട് ഏതാണ്ട് ഏപ്രിൽ 1 എക്സിബിഷൻ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പൂരം എക്സിബിഷൻ തറവാടക സംബന്ധിച്ച തർക്കത്തിന് പരിഹാരമായത്. മുൻവർഷത്തെ വാടകയിൽ 8% വർധനയോടുകൂടി 42 ലക്ഷം രൂപ പൂരം എക്സിബിഷന്റെ തറവാടക ഇനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നൽകാനാണ് ധാരണ. അടുത്ത മാസം 4 കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയെ തീരുമാനമറിയിക്കും. 24 തൃശൂർ. മരത്തിൽ നിന്ന് വീണ് കുടുംബനാഥൻ കിടപ്പിലായതോടെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒരു കുടുംബം. കോട്ടയം ഞീഴൂർ വാക്കാട് സ്വദേശി തങ്കച്ചനും കുടുംബവുമാണ് സന്മനസ്സുള്ളവരുടെ സഹായം തേടുന്നത്. അപകടത്തിന് പിന്നാലെ കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നവും മാഞ്ഞു. ഇതാണ് തങ്കച്ചൻ. കഴിഞ്ഞ 4 മാസമായി ഈ കിടപ്പാണ്. മരം വെട്ടുന്നതിനിടെ കയർപൊട്ടി താഴേക്ക് വീണപ്പോൾ തകർന്നത് തങ്കച്ചന്റെ ശരീരം മാത്രമായിരുന്നില്ല, ആ കുടുംബത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 2 ശസ്ത്രക്രിയകൾ ഇതിനോടകം കഴിഞ്ഞു. ഇനിയും ഒന്നുകൂടി ബാക്കിയുണ്ട്. എന്നാൽ ആ ശസ്ത്രക്രിയയ്ക്കും ദൈനംദിന ജീവിതത്തിനും പണം കണ്ടെത്താൻ ഇവർക്ക് മുന്നിൽ വഴികളില്ല. അടുത്ത മരത്തിൽ പോയി കമ്പ് കട്ടിച്ച് വന്ന് ആ കമ്പ് തിരിച്ചു വന്നപ്പോൾ തന്നെ വാഴ തട്ടി. അങ്ങനെ വാഴ ഓണായി. എന്നാലും അയർക്കറോട് വന്ന് വാഴ കൊണ്ട് അയർക്കറ് പൊട്ടിപ്പോയി. പിന്നെ നമുക്കൊന്നും ഓർമ്മയില്ല. കൊച്ചിൻ്റെ കാര്യം വയ്യാതിരിക്കുന്നു. ആ കൊച്ചിനെ പഠിപ്പിക്കുന്നതിനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഇങ്ങനെ കിടന്ന് അരിഞ്ഞു കിടന്ന് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നമുക്കിങ്ങനെ ഒരു അവസരം വന്നത്. എന്നിട്ട് നമ്മുടെ എല്ലാ ഇതുകളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം മോശത്തിലായി. ഭാര്യ ശാന്തമ്മയും മകളുമാണ് തങ്കച്ചനെ നോക്കുന്നത്. കണ്ണിന് കാഴ്ചക്കുറവുള്ളതിനാൽ ശാന്തമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. അച്ഛനെ നോക്കാൻ നിന്നതോടെ +1 പഠിക്കുന്ന മകൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. ചികിത്സയൊക്കെ ഓരോരുത്തരിങ്ങനെ സഹായിക്കും. എനിക്ക് കാലും മുട്ടുവേദനയായിരുന്നു. കണ്ണിന് ഈ സൈഡിന് ഒട്ടും കാഴ്ചയില്ല. മെഡിക്കലിൽ കിടന്നപ്പോൾ 2-3 പ്രാവശ്യം എന്നെ വണ്ടി ഇടിക്കാനൊക്കെ തുടങ്ങി. കാഴ്ചയിൽ ചായ മേടിക്കാൻ പോയതാ. ഷീറ്റ് വലിച്ചു കെട്ടിയ ഈ കൂരയിലാണ് ഇവർ 3 പേരും ജീവിക്കുന്നത്. അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും സ്വപ്നം കാണാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. നാട്ടുകാർ നൽകുന്ന ചെറിയ സഹായങ്ങളാണ് ഇവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ടോബി ജോൺസൺ, 24, കോട്ടയം. പേഴ്സ് അടിച്ചു മാറ്റിയ ഒരു കള്ളന്റെ കുറിപ്പ് കൗതുകമാവുകയാണ്. എടുത്ത പണം എന്നെങ്കിലും തിരിച്ചു നൽകുമെന്നും ചതിക്കില്ല എന്നുമാണ് കത്തിലെ ഉള്ളടക്കം. പണം നഷ്ടമായെങ്കിലും പേഴ്സും രേഖകളും തിരിച്ചു കിട്ടതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് മാവൂർ സ്വദേശി അതുൽ ദേവ്. ഇന്നത്തെ നഷ്ടം നാളത്തെ ലാഭം. ഇത് ഞാൻ എടുക്കുന്നു. നിങ്ങളെ ദൈവം തുണയ്ക്കട്ടെ. ദൈവമുണ്ട്, എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. ഈ കടം ഞാൻ എന്നെങ്കിലും തീർക്കും. നിങ്ങളെ ഈശ്വരൻ രക്ഷിക്കും. അതെന്റെ വാക്ക്. ചതിക്കില്ല, ഉറപ്പ്. മാവൂർ സ്വദേശി പറമ്പത്ത് ഇല്ലത്ത് അതുൽ ദേവിന് നഷ്ടപ്പെട്ട പേഴ്സും പേഴ്സിലുണ്ടായിരുന്ന ലൈസൻസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയും തിരികെ ലഭിച്ചു. പണമെല്ലാം നഷ്ടമായെങ്കിലും പകരം കൗതുകമുണർത്തുന്ന ഒരു കത്തുകൂടി കിട്ടി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അതുൽ ദേവിന്റെ പേഴ്സ് നഷ്ടമായത്. ഞാൻ ആ ഷോപ്പിൽ നിന്ന് പാല് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അന്ന് പേഴ്സ് ഒന്ന് പാൻറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂട്ടറിൻ്റെ ബാഗിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൈസ ഞാൻ അവിടെ നിന്ന് ബാക്കി വാങ്ങിയതിൽ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. പിന്നെ അതിൽ വെച്ച് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ പേഴ്സ് കാണില്ല. പേഴ്സ് അതിൻ്റെ ഇടയിൽ എവിടെയോ ആയിപ്പോയി. തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പോലീസിൽ പരാതി നൽകുകയും സോഷ്യൽ മീഡിയയിൽ പേഴ്സും രേഖകളും നഷ്ടപ്പെട്ട വിവരം പങ്കുവെക്കുകയും ചെയ്തു. ഒടുവിൽ പൈപ്പ് ലൈനിലെ കോൺവെന്റ് പരിസരത്ത് വെച്ച് പേഴ്സ് തിരികെ ലഭിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു എഴുത്ത് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല. പേഴ്സ് കിട്ടുന്നത് തന്നെ വിചാരിച്ചിരുന്നതല്ല. ഇന്നത്തെ നഷ്ടം
നാളത്തെ ലാഭം അങ്ങനെയൊക്കെയാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് വെച്ചല്ലോ, അയാളോട് എന്തായാലും താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും അത് എഴുത്തും കൂടി ഉള്ളപ്പോൾ ഞാൻ എന്തായാലും ഹാപ്പിയാണ്. കാരണം പേഴ്സ് തിരിച്ചു കിട്ടില്ല, പേഴ്സിൽ ATM കാർഡും ബാക്കിയെല്ലാം കിട്ടിയതിനെ കൊണ്ട് ഞാൻ എന്തായാലും ഹാപ്പിയാണ്. അത് കിട്ടുന്നതെന്ന് വിചാരിച്ചുള്ളതല്ല. പേഴ്സും കൂടെ ലഭിച്ച കത്തും ഇപ്പോൾ നാട്ടിൽ വലിയ ചർച്ചയാണ്. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. നല്ല മനസ്സുള്ള ആ കള്ളന്റെ വാർത്തയ്ക്ക് ശേഷം എന്തായാലും മറ്റു വാർത്തകളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ കഴിയുന്നില്ല. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. നമസ്കാരം.